എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ കാണുന്ന ചേമ്പ് കൊണ്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ചേമ്പിൻ്റെ തണ്ട്, നമ്മളിവിടെ ചേമ്പിൻ കൈ എന്നാണ് പറയുക, ചേമ്പിൻ്റെ തണ്ടൊന്ന് മുറിച്ചെടുക്കണം. ചേമ്പിൻ്റെ തണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലൊക്കെ ഒന്ന് നമ്മൾ ചെത്തി മാറ്റണം. നമ്മളെ വീടിനും പറമ്പിനും ചുറ്റുമുള്ള അധിക ചെടികളിലും നല്ല ഔഷധ ഗുണങ്ങളുണ്ട്. അത് നമുക്ക് അറിയില്ലെന്ന് മാത്രം. ഈ ചേമ്പ് ധാരാളം ഇതിലേക്ക് ന്യൂട്രിയൻസും വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയതാണ് ഈ ചേമ്പിൽ. പോരാതെ ഫൈബറും ഉണ്ട്. ഷുഗറിലുള്ളവർക്ക് നല്ലതാണിത്. ഇതിൻ്റെ ചേമ്പ് അതിൻ്റെ വിത്തിന് തന്നെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഹെൽത്തിന് നല്ലതാണ് ഇതൊക്കെയാണ് പണ്ടുള്ള മുത്തശ്ശിമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ഇതിൻ്റെയൊക്കെ ഉപയോഗം വളരെ കുറവാണ്. നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടെങ്കിലും ആരും ഇതൊന്നും ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നില്ല. അതാണ് ശരിയായ സത്യം. നമ്മളെ വീട്ടിലെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പണ്ട് ഇതിനെ കൊണ്ടാണ് എല്ലാ അധിക കറികളും വെക്കുമ്പോൾ ഈ ഒരു കഷ്ണം കൂടി അതിലിടും. അതായത് സാമ്പാർ വെക്കുമ്പോൾ ഇടും, പുളിങ്കറി വെക്കുമ്പോൾ ഇടും, ഓലയിലിടും, അവിയലിനിടും. അങ്ങനെ എല്ലാ കറികൾ വെക്കുമ്പോൾ ചേമ്പ് ഉള്ള സമയത്ത് ചേമ്പിൻ്റെ കയ്യോ ചേമ്പിൻ്റെ വിത്തോ ഒക്കെ ഇടും. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ കഴുകിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ചിലർക്കിത് മുറിച്ചിടുമ്പോൾ കൈ ചൊറിയും. എനിക്കും കുറച്ചൊക്കെ കൈ ചൊറിയും ഇത് മുറിച്ചിടുന്ന സമയത്ത്. ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അത് വെള്ളം തിളച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ടു. ഞാനൊരു 5-8 മിനിറ്റ് ഇതൊരു ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ച് വെച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും വേണം. ഞാനിവിടെ ഒരു 3 സ്പൂൺ കടലപ്പൊടിയും 3 സ്പൂൺ അരിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറൊന്ന് കഴുകിയ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെള്ളമായിപ്പോയത് കുറച്ച് കട്ടിയിൽ തന്നെ വേണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേവിച്ച് വെച്ച ചേമ്പിൻ്റെ തണ്ട് ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കും. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം.
വീട്ടിൽ ചേമ്പൊന്നും കറി വെച്ചാൽ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്നാൽ അതിലുള്ള ന്യൂട്രിയൻസും വിറ്റാമിൻസും ഒക്കെ അവരുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും. നല്ല രുചിയുള്ളത് കൊണ്ട് എല്ലാ കുട്ടികളും ഇത് കഴിക്കും. ഞാനിതൊന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. നല്ല രുചിയുണ്ട്. നമുക്കൊരിക്കലെങ്കിലും വീട്ടിലുണ്ടാക്കാൻ കഴിക്കാൻ പറ്റിയ ഒരു നല്ല രുചികരമായ ഒരു പലഹാരമാണിത്. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി.